കർത്തൃദിനം ശ്രേഷ്ഠദിനം ആരാധനക്കൊരു ശുദ്ധദിനം ഹല്ലേലൂയ ഗാനം പാടി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. കർത്താവിൽ അനുഗ്രഹീതരെ, എല്ലാ വാരാന്ത്യങ്ങളിലും ഒരു സന്ദേശം യൂട്യൂബിലൂടെ നിങ്ങൾക്ക് തരുന്ന ഒരു പതിവുണ്ടായിരുന്നില്ല. അത് 5 അപ്പവും 2 മീനും എന്നുള്ള ഒരു ചാനലിൽ എൻ്റെ ഒരു സുഹൃത്തും എഴുവേരി ഇടവാമവുമായ ഷാർജയിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീ പ്രശാന്ത് സംപ്രേഷണം ചെയ്തു വരികയായിരുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ അത് ഇന്ന് 100ാമത്തെ എപ്പിസോഡാണ് എന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുകയും ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും ആ പ്രിയപ്പെട്ട പ്രശാന്തിനോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്യും. വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷവും നമുക്ക് പ്രിയപ്പെട്ടവരുമായി ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു വോയിസ് സന്ദേശം ആരംഭിച്ചത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്ത അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർത്തിമോത്തിയോസ് തിരുമേനി പലപ്പോഴും കേൾക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഭദ്രാസനത്തിന്റെ ഗ്രൂപ്പുകളിൽ അത് ഇടണം എന്ന് നിർബന്ധിക്കുകയും നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എന്നോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അഭിനന്ദ തിരുമനസിന്റെ പ്രത്യേകമായിട്ടുള്ള പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ അറിയിക്കട്ടെ. കർത്താവിൻ സ്നേഹമുള്ളവരെ, ഈ പ്രിയപ്പെട്ട പ്രശാന്തും ഞാനും ചേർന്ന് നിർവഹിക്കുന്ന ഈ സുവിശേഷത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തും ഒന്ന് സഹകരിക്കുന്നത് സന്തോഷമാണ് എന്ന് ഓർപ്പിക്കുന്നത്. ജീവിതം ഒരു യാത്രയും ജനനം മുതൽ മരണം വരെയുള്ള ഒരു യാത്ര, നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്കുള്ള ഒരു യാത്ര, ബലഹീനമായ ശരീരത്തിൽ ബലിഷ്ഠമായ ഒരാത്മാവിനെ പേറിക്കൊണ്ടുള്ള മനുഷ്യന്റെ യാത്ര. ഈ യാത്ര സന്തോഷകരം ആകണമെങ്കിൽ നാം കർത്താവിന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യണം എന്ന് മറന്നു പോകരുത്. കർത്താവ് തന്റെ 12ാം വയസ്സിൽ ഒരു ശിലയും ദേവാലയത്തിലേക്ക് ഒരു യാത്ര, തൻ്റെ 33ാം വയസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഊശാന പെരുന്നാളിന്റെ മഹനീയമായ ഒരു യാത്ര, പിന്നീട് കാൽവരിയിലേക്കൊരു യാത്ര, ഏറ്റവും അവസാനമായി എമ്മൗസിലേക്കുള്ള ഒരു യാത്ര. ഈ യാത്രയിലൊക്കെ അനേകര് കൂട്ടാളികളായിരുന്നെങ്കിൽ ഇന്ന് നമ്മളും പങ്കാളികളായിരിക്കുകയാണ്. ആ നാഥന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിമിഷങ്ങൾ നീങ്ങുമ്പോൾ മരണം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞാനും നിങ്ങളും അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. ഇന്ന് വരെ കണ്ടതായ സൗന്ദര്യം അസ്തമിച്ചു പോകുന്ന സമയങ്ങളുണ്ട്. സമ്പത്തും അഭിമാനവും പദവിയും എന്നുള്ള നിലയിൽ നാം നേടിയത് പലതും നിന്നു പോകുന്ന അവസരങ്ങളുണ്ട്. ശരീരം നിശ്ചലമായി കഴിയുമ്പോൾ ഇതുവരെ ഓടിയ ആ ശരീരത്തെക്കുറിച്ച് ആവലാതിപ്പെട്ടിട്ടും കാര്യമില്ല. ശാന്തമായ ശരീരം ഒരു ദിവസം വീണു പോകും. എന്നാൽ ഒരു വ്യക്തിയുടെ നല്ല വാക്കുകളും നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും നല്ല സമീപനങ്ങളും ഒക്കെ എന്നാളും നിലനിൽക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ലോകത്തിൽ വീടുകളൊക്കെ ആധുനിക ലോകത്തിൽ ഒരുപാട് വലുതായി. വീടുകൾ വലുതായപ്പോൾ ഒരു കാര്യം സത്യമാണ്, കുടുംബങ്ങൾ ചെറുതായി. ഇന്ന് ഓൺലൈനിൽ കൂടെയും അല്ലാതെയും ഒക്കെ ബിരുദങ്ങൾ ധാരാളം നേടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. പക്ഷേ വിവേകം മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നോ എന്ന സംശയം. ചികിത്സകൾ വളരെയധികം മെച്ചപ്പെട്ടു, പക്ഷെ മനുഷ്യന്റെ ആരോഗ്യം അത് താഴേക്ക് പോവുകയാണ്. വരുമാനങ്ങൾ മുൻപ് തന്നെക്കാൾ ഉയർന്നപ്പോൾ വികാരങ്ങൾ വറ്റിവരേണ്ട ഒരു അവസ്ഥ. ബുദ്ധി കൂടി വന്നപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കണം. അറിവുകൾ നേടി നേടി മുമ്പോട്ട് പോകുമ്പോൾ തിരിച്ചറിവുകളും നമുക്ക് നഷ്ടമാവുന്നില്ലേ എന്നുള്ളത് ഓർക്കുക. ഇന്ന് 10,000 സുഹൃത്തുക്കൾ ഓൺലൈനും അല്ലാതെയും ഒക്കെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷേ അല്പസമയം അടുത്ത് ഒന്ന് കൂട്ടിമിടിക്കാൻ
ആളില്ലാത്ത ഒരവസ്ഥ വിശേഷം. മനുഷ്യൻ പെരുകി, പക്ഷേ മനുഷ്യത്വം നഷ്ടമായി. വില കൂടിയ വാച്ചുകൾ നമുക്കുണ്ട്. ഇന്നലെ ഓൺലൈനിൽ കണ്ടു കോടികൾ വിലമതിക്കുന്ന ഒരു വാച്ചിനെ കുറിച്ച്. പക്ഷേ അല്പസമയം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ആർക്കും സമയമില്ല. ഇങ്ങനെയുള്ള ഒരു ലോകത്തിൽ ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നാഥനായ യേശുക്രിസ്തുവിനെ കൂടെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിലും ജീവിതത്തിന്റെ ഓരോ ചുവടും ദൈവഹിതപ്രകാരമായിരിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ആരും അറിയാതെ ഒഴുകിത്തീരുന്ന ഈ ജീവിതത്തെ ഗുരുവിന്റെ കൂടെ യാത്ര ചെയ്തും ഗുരുവിനെ കൂട്ടത്തിൽ നടത്തിയും നമുക്ക് അർത്ഥപൂർണമാക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോർ എപ്പിസ്കോപ്പ അച്ഛൻ.